ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ ഇടത്ത് നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന കൊടും ഭീകരനെ കേരള പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് ഒരു രാത്രി മുഴുവൻ 70 വയസ്സ് കഴിഞ്ഞ ആ ഒരു കൊടും ഭീകരനെ കേരളത്തിനെ മുഴുവൻ ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിർത്തിയ ആ കൊടും ഭീകരനെ എറണാകുളത്ത് നിന്ന് രാത്രിയിൽ വണ്ടിയിൽ തിരുവനന്തപുരം വരെ കൊണ്ടെത്തിച്ച് ഇത്രയും വലിയ കോലാഹലവും ബഹളവും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അവിടെ വന്ന് നിന്നത് ആ 5 അടി പൊക്കമുള്ള ആ മനുഷ്യൻ 70 കഴിഞ്ഞ മനുഷ്യനെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. എനിക്ക് ഇവരോട് സഹതാപവും തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ സർക്കാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഈ വേറെ പണിയില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. എന്താ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഒരിടത്ത് പ്രളയം നടക്കുന്നു അല്ലേ, വെള്ളപ്പൊക്കം കയറുന്നു, ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. കേരളത്തിൽ ഇതൊന്നും പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് യാതൊരു സമയവും ഇല്ല, സാവകാശവും ഇല്ല. പകരം ടി.ജി. മോഹൻദാസിനെ പോലെ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ പൊതു ഇടത്തിൽ വളരെ ഓപ്പണായിട്ട് ജീവിക്കുന്ന ഒരാൾ, ഒരു ഒളിയും മറയുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും എല്ലാ ഇടത്തും പബ്ലിക്കായിട്ട് പറയുവാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, ഏതൊരു സംവാദത്തിലും നെഞ്ചുവിരിച്ച് മുന്നിട്ടിറങ്ങി നിന്ന് കാര്യങ്ങളെ സംവദിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തോട് സംവദിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ഉള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ കേരളത്തിലെ ചാനലുകൾ മുഴുവൻ ബഹിഷ്കരിക്കുകയും അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ നിന്നുൾപ്പെടെ പാടെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചൂടറിയാത്ത ആങ്കർമാർ എത്ര പേരാണ് കേരളത്തിലുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ ബൗദ്ധികതയ്ക്ക് മുമ്പിൽ അടിയറ വയ്ക്കാത്ത ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയാണ് അപ്പുറത്തുണ്ടായിരുന്നത്? ഇന്ന് വരെയും ടി.ജി. മോഹൻദാസ് സാർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചരിത്രമായിക്കോട്ടെ, സാംസ്കാരികമായിക്കൊണ്ട് പോട്ടെ, മറ്റെന്തെങ്കിലും വിഷയമായിക്കൊണ്ട് പോട്ടെ, സംസാരിച്ച് പിടിച്ചു നിൽക്കുന്നത് നമ്മൾ ആരും തന്നെ കണ്ട ചരിത്രമില്ല. ഞാൻ തുടർന്ന് വെല്ലുവിളിച്ച് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ അദ്ദേഹത്തിന് അടിയറവ് പറ്റിപ്പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പ്, സാധാരണ ഏത് മനുഷ്യനും അത്തരത്തിലൊക്കെ സംഭവിക്കും. നമ്മൾ പോലും ചർച്ചകൾക്ക് കയറുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് പോലും ഉത്തരം മുട്ടിപ്പോൾ. പക്ഷേ ഇന്ന് വരെയും ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ഇരുന്ന് പോകുന്ന നമ്മൾ ആരും തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ ഉള്ള ഒരാൾ, ആ വ്യക്തിയെ രാവിലെ 9:55 അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് വൈകുന്നേരം പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ 9:55 പോലീസ് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പോയി അറസ്റ്റ് ചെയ്തത് വൈകുന്നേരം. എന്നിട്ട് രാത്രി മുഴുവൻ ആ 70 കഴിഞ്ഞ മനുഷ്യനെ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഷുഗർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഈ തരത്തിൽ ഒരു പ്രഹസനം കാണിക്കേണ്ടുന്ന എന്താവശ്യമായിരുന്നു ഈ സർക്കാരിനുണ്ടായിരുന്നത്? എനിക്കറിയില്ല. അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ, ആ പ്രസ്താവനകളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അതിപ്പോൾ ഒരു സംഘടനയുടെ തലയിലേക്ക് വയ്ക്കുമ്പോൾ മാത്രമാണ് ആ സംഘടനയ്ക്ക് അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നോക്കൂ, ടി.ജി. മോഹൻദാസ് സാർ പറഞ്ഞത് തെറ്റാണെന്നോ, ടി.ജി. മോഹൻദാസ് സാറിനെ തൂക്കിക്കൊല്ലേണ്ടതാണെന്നോ, അല്ലെങ്കിൽ ടി.ജി. മോഹൻദാസ് ഞങ്ങളുടെ ആളല്ലെന്നോ ഒരു തരത്തിലും സംഘടന പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ എവിടെയാണ് പ്രശ്നം സംഭവിച്ചത്? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം കൂടി ഇതേ RSSൻ്റെ അഭിപ്രായം ഇന്നതാണ്, അല്ലെങ്കിൽ BJPയുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും RSSൻ്റെയോ BJPയുടെയോ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുള്ളൊരു ഡിസ്റ്റൻസ് ഇടേണ്ടി വരും. സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. ആ പറയുന്നതിനകത്ത് പൊളിറ്റിക്കലി ശരിയായിട്ടോ പൊളിറ്റിക്കലി തെറ്റാണോ അത് ഒരു ഡിബേറ്റിന് നമുക്ക് പോകേണ്ട ഒരു വിഷയമാണ്, ചർച്ചാ വിഷയമാണ്, താർക്കികമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ നാട്ടിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരെ മുഴുവൻ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കമ്മ്യൂണിസ്റ്റുകാർക്ക് വെളിയിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? നമ്മുടെ എത്ര കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഇവിടെ വെളിയിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? എന്ത് തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? ഇവിടെ നമ്മുടെ ദീപ നിശാന്ത് എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രികയുണ്ട്. അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിനകത്ത് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിലൂടെയാണ് അവർ വളരെ പ്രശസ്തയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്താണ്? BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ഏതാണ്ട് 33 കോടി മനുഷ്യരെ വെടിവെച്ച് കൊന്നിട്ടായാലും, പറഞ്ഞൊരു വാചകമാണ്, അവർ എഴുതിയിട്ട വാചകമാണ്, വെടിവെച്ച് കൊന്നിട്ടായിരുന്നാലും ശരി തന്നെയാണ്, ഈ സ്ഥിതിയെ മാറ്റണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്ത് നടപടിയെടുത്തു? ടി.ജി. മോഹൻദാസ് സാർ പറഞ്ഞിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്, ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കേണ്ടിയിരിക്കുന്ന ഒരു SOPയെ കുറിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമായിരുന്നു ഭരണാധികാരിയെങ്കിൽ ആദ്യം അവരോട് ശാന്തമായി പറയും, പിന്നീട് അവരോട് കർക്കശമായി പറയും, പിന്നീട് ആകാശത്തേക്ക് വെടിവെക്കും. വീണ്ടും ആ ആൾക്കൂട്ടം അക്രമാസക്തമാകുന്നത് കണ്ടാൽ ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ വെടിവെച്ചേനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ നാട്ടിൽ ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ?
കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സന്യാസിമാർ പ്രക്ഷോഭം നടത്തിയപ്പോൾ 1966 ഉൾപ്പെടെ വെടിവെച്ച് കൊന്ന ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ലേ? സിംഗൂറിലും നന്ദിഗ്രാമിലും പാവപ്പെട്ട കർഷകർ അവിടെ സമരം ചെയ്യുമ്പോൾ അവരെ വെടിവെച്ച് കൊന്ന ചരിത്രം ഇടതുപക്ഷ സർക്കാരിനുണ്ടായിട്ടില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലറിയാലോ, പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പോലും ഉണ്ടായത് ഒരു പ്രതിഷേധത്തെ തുടർന്നിട്ട് വെടിവയ്പ്പിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ ഭരണാധികാരികൾ ചെയ്തിട്ടില്ലാത്തതോ ആയിട്ടുള്ളൊരു സംഗതി അല്ല വെടിവയ്ക്കുക എന്ന് പറയുന്ന ഒരു കലാപം അല്ലെങ്കിൽ ഒരു സമരം അക്രമമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ അക്രമത്തിന് നേരെ വെടിവയ്ക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാതായിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരത്തോട് ഏറ്റവും ജനാധിപത്യപരമായി അങ്ങേയറ്റം ക്ഷമയോടുകൂടി ഇടപെടണമെന്നുള്ളത് കൊണ്ട് അവർ അത്തരത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ താനായിരുന്നു ഭരണാധികാരിയെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനകത്ത് എവിടെയാണ് കേസെടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ഉള്ളത്? പിന്നെ അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു, സമരം ചെയ്ത സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചിലർ പറഞ്ഞ പ്രസ്താവനകൾ ഇന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മൂന്നാറിൽ തോട്ടം മേഖലയിൽ പാവപ്പെട്ട തൊഴിലാളികൾ അവിടെ സമരം ചെയ്യുന്ന സമയത്ത് ഈ മുൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന ഒരാൾ MM മണി, അദ്ദേഹം പറഞ്ഞത് അവർക്കവിടെ കാട്ടിൻ്റെ ഇടയിൽ മറ്റേ പണിയാണെന്നാണ് പറഞ്ഞത്. അതായത് തൊഴിൽ ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളെ സമരം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് അവർക്കവിടെ മറ്റേ പണിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ കേസുണ്ടാകണ്ടേ? ഇവിടെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി DYFIക്കാരും SFIക്കാരും ഒക്കെ മുൻനിരയിലുണ്ടായിരുന്നല്ലോ. പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ പറഞ്ഞ MM മണിക്കെതിരായിട്ട് കരിങ്കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് ഈ DYFIക്കാർ എവിടെ പോയിരുന്നു? ഈ SFIക്കാർ എവിടെ പോയിരുന്നു? ഇന്ന് വലിയ വായിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിളിച്ചു പറയുന്ന ഇടതുപക്ഷക്കാർ എവിടെ പോയിരുന്നു? നിങ്ങളില്ലായിരുന്നു ഈ പരിസരത്ത്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, കോൺഗ്രസ്സുകാരോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ മീശ ഹരീഷ് എന്ന് പറയുന്ന ഒരാൾ, മീശ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ട് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് അവർ ഇന്ന് പീരീഡ്സിലല്ല എന്നും അവർക്ക് ലൈംഗിക ബന്ധത്തിന് ഇന്ന് താല്പര്യമുണ്ട് എന്ന് അവിടെ നിൽക്കുന്ന പൂജാരി അറിയിക്കാനും നാട്ടുകാരെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു മീശ ഹരീഷ് ഇവിടെ ഒരു നോവൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ വന്നതല്ലാണ്ട് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങൾ തിരഞ്ഞോ? ആ ഹരീഷിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഹരീഷിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടാണ് പോയത്. അയാൾക്കെതിരെ അറസ്റ്റ് ചെയ്യണ്ട, അയാൾക്കെതിരെ ഒരു കേസെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായോ? ഇല്ല. പകരം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അയാൾക്ക് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് പോയി. നിങ്ങൾ വന്ന് നിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സംസാരിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല. അത് ഇടതുപക്ഷത്തിനായി കൊണ്ടുപോട്ടെ, ഇവിടുത്തെ കോൺഗ്രസിനായി കൊണ്ടുപോട്ടെ, അതിനുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയില്ല. അദ്ദേഹം പറഞ്ഞതില്ല പൊളിറ്റിക്കൽ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച നടത്താം, നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്.